ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയോടൊപ്പമുള്ള യാത്രയാണ്. ഈ യാത്രയിലെ സന്ദേശങ്ങളാണിത്. ഈ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവർക്കായി അത് നൽകണം. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ അമ്മയെക്കുറിച്ച് അറിയും, അമ്മയെക്കുറിച്ച് പഠിക്കും, അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കും. 2012 ലണ്ടൻ ഒളിമ്പിക്സ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തൊരു കാഴ്ചയുണ്ട്. അതിൽ 5000 മീറ്റർ ഓട്ടം എത്യോപ്യക്കാരിയായ ഡഫർ മെസറട്ട്, അവളാണ് 5000 മീറ്ററിൽ സ്വർണം നേടിയത്. ആ ഓട്ടമല്ല ഞാൻ മറക്കാത്തത്, മറിച്ച് 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടി അതിനുശേഷം അവൾ ചെയ്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവില്ല. ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. അവളുടെ ജേഴ്സിയിൽ നിത്യസഹായ മാതാവിന്റെ ഒരു ചിത്രം പതിച്ചിട്ടുണ്ട്. അവളുടെ കയ്യിൽ ഒരു ജപമാല ചുറ്റിയിട്ടുണ്ട്. 5000 മീറ്ററിന്റെ ഓട്ടം പൂർത്തിയാക്കി സ്വർണം കിട്ടി. നേരെ അവൾ ചെയ്തത് ആ ട്രാക്കിൽ മുട്ടുകുത്തി അവളുടെ കയ്യിലെ ജപമാല മുത്തി അവളുടെ കയ്യിൽ ഇറുകിപ്പിടിച്ചിരുന്ന മാതാവിന്റെ ഒരു ചിത്രം എടുത്ത് നിവർത്തി അത് തുരുതുരെ ചുംബിക്കുന്നതാണ്. കോടിക്കണക്കിന് ആളുകൾ ലോകം മുഴുവനും നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ്. മാതാവിന്റെ ചിത്രം ജേഴ്സിയിൽ വെച്ചുകൊണ്ടോടി, ജപമാല കയ്യിൽ ചുറ്റി, സ്വർണം കിട്ടിയപ്പോൾ കയ്യിൽ സൂക്ഷിച്ച മാതാവിന്റെ ഒരു ചിത്രം എടുത്ത് തുരുതുരെ ചുംബിച്ചു. എല്ലാ മാധ്യമക്കാരും ക്യാമറകളൊക്കെ അവളിലേക്കാണ്. അവൾ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്: അമ്മയാണ് എന്നെ നയിക്കുന്നത്, അമ്മയാണ് എൻ്റെ എല്ലാം, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് എൻ്റെ എല്ലാം. അത്രയും പബ്ലിക്കായിട്ട് അവൾ ചെയ്തു, വിശ്വാസം പ്രകടമാക്കി. എത്യോപ്യക്കാരിയായ ഡഫർ മെസറട്ട്, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അവൾ പറഞ്ഞു, എൻ്റെ കൂടെ ഓടാൻ എൻ്റെ ഈ പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ഏത് കായികമേളയിലും ഒളിമ്പിക്സിലായാലും എവിടെയായാലും അമ്മയോട് പ്രാർത്ഥിക്കാതെ ഞാൻ തുടങ്ങില്ല, അമ്മയോട് പ്രാർത്ഥിക്കാതെ ഞാൻ അവസാനിപ്പിക്കില്ല. ഇതാണ് അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ ഒരു കരുതൽ. ഈ കരുതലും സംരക്ഷണമല്ലേ നമുക്ക് വേണ്ടത്. അമ്മ കൂടെ ഉണ്ടാകും, തീർച്ചയാണ്. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അമ്മയോടൊപ്പമാണ് ഈ യാത്ര. ജപമാല മാസം, അനുഗ്രഹത്തിൻ്റെ മാസം, കൃപയുടെ മാസം. ഈ ജപമാല മാസത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന നമ്മ ഓരോരുത്തരുടെ മേലും പരിശുദ്ധ അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.